എത്ര കഴിച്ചാലും മതി വരില്ല മസാല ദോശ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ആദ്യം നമുക്ക് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർക്കാം. കൂടെ കുറച്ച് കടുകും ഉഴുന്നും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും നീളത്തിലരിഞ്ഞ സവാളയും വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പെരുംജീരകത്തിന്റെ പൊടിയും ചെറിയ ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലുള്ള സാധാരണ ദോശമാവിനെ ദോശ തവയിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഇതിനുള്ളിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഫില്ലിങ്ങും വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ എത്ര കഴിച്ചാലും മതി വരില്ല മസാല ദോശ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ആദ്യം നമുക്ക് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർക്കാം. കൂടെ കുറച്ച് കടുകും ഉഴുന്നും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും നീളത്തിലരിഞ്ഞ സവാളയും വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പെരുംജീരകത്തിന്റെ പൊടിയും ചെറിയ ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലുള്ള സാധാരണ ദോശമാവിനെ ദോശ തവയിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഇതിനുള്ളിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഫില്ലിങ്ങും വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു മസാല ദോശയാണ് കേട്ടോ.